So the same way Donald Trump is controlling Mr. Modi is controlling your chief minister. എങ്ങനെയാണോ ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ നിയന്ത്രിക്കുന്നത് അതേ രീതിയിൽ നരേന്ദ്രമോദി നിങ്ങളുടെ മുഖ്യമന്ത്രിയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. If Modi says jump, your chief minister will jump. നരേന്ദ്രമോദി പറയാണ് ചാടാൻ പറഞ്ഞ നിങ്ങളുടെ മുഖ്യമന്ത്രി ചാടിയിരിക്കും. If he says lie down, the chief minister will lie down. നരേന്ദ്രമോദി കിടക്കാൻ പറഞ്ഞ നിങ്ങളുടെ മുഖ്യമന്ത്രി കിടന്നിരിക്കും. If he says give this to Adani, chief minister will give it to Adani. നരേന്ദ്രമോദി പറയാണ് ഇത് അദാനിക്ക് കൊടുക്കാൻ പറഞ്ഞ നിങ്ങളുടെ മുഖ്യമന്ത്രി അത് അദാനിക്ക് കൊടുത്തിരിക്കും. Because chief minister knows that his corruption can easily be exposed by the prime minister. കാരണം നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് അറിയാം അദ്ദേഹത്തിന്റെ അഴിമതി വളരെ എളുപ്പത്തിൽ പുറത്തു കൊണ്ടുവരാൻ പ്രധാനമന്ത്രിക്ക് സാധിക്കുമെന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് അറിയാം. Has come out with 5 guarantees. പക്ഷേ ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങൾക്ക് വേണ്ടി 5 ഉറപ്പുകളുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. And the idea behind the five guarantees is to protect the people of Kerala and to help the people of Kerala. ഈ 5 വാഗ്ദാനങ്ങളുടെ പിന്നിലെ ആശയം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ സഹായിക്കുക, കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ഇതിന്റെ പിന്നിലെ ആശയം. Now, I was MP here for five years in Wayanad. നിങ്ങൾക്കറിയാം ഇപ്പൊ ഞാൻ വയനാട്ടിലെ 5 വർഷങ്ങൾ ഞാൻ വയനാട്ടിലെ MP ആയിരുന്നു. So I know certain things about Kerala. അതുകൊണ്ട് എനിക്ക് കേരളത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. But people whose parents are not so well off, maybe are working in jobs, are working as laborers, working as farmers, they cannot get money from the bank. പക്ഷെ സാധാരണക്കാരുടെ മനുഷ്യർക്ക്, തൊഴിലാളികളുടെ മനുഷ്യർക്ക്, കർഷകരുടെ മനുഷ്യർക്കൊക്കെ അവർക്ക് ഒരു ബിസിനസ് സംരംഭം തുടങ്ങാൻ അവർക്ക് പൈസ കിട്ടുന്നത് ഒരിക്കലും എളുപ്പമല്ല. So to help young Keralites start businesses, we are going to guarantee everybody who wants a loan a 5 lakh rupee interest-free loan. അതുകൊണ്ട് വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് ഓരോരുത്തർക്കും 5 ലക്ഷം രൂപ പലിശരഹിത വായ്പയായി ഞങ്ങൾ ഉറപ്പുവരുത്തും. To start your business and to become an entrepreneur and build the business of your dreams. നിങ്ങളുടെ സ്വപ്നത്തിലെ ഒരു വ്യവസായം തുടങ്ങുന്നതിന് വേണ്ടി ഒരു സംരംഭകനോ സംരംഭയോ ആകുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ആ പൈസ ഉറപ്പ് നൽകുന്നത്. This election is an election between 2 different value systems. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 2 വ്യത്യസ്തമായ മൂല്യ സംഹിതകൾ തമ്മിലുള്ള ഒരു പോരാട്ടം. I said I've got a little experience of Kerala now. I was MP for 5 years. ഞാൻ നിങ്ങളോട് പറഞ്ഞു 5 വർഷം കേരളത്തിൽ നിന്നൊരു MP ആയിരുന്ന കേരളത്തെ കുറിച്ച് കുറച്ച് അനുഭവം എനിക്കുണ്ടെന്ന് പറഞ്ഞു. And I know for sure that Kerala prefers love over hate. എനിക്ക് ഉറപ്പായും പറയാൻ സാധിക്കും വിദ്വേഷത്തിന് പകരം കേരളത്തിന് ഇഷ്ടമുള്ളത് സ്നേഹമാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. Humility over arrogance. ധാർഷ്ട്യത്തിനേക്കാളും കേരളത്തിന് ഇഷ്ടമുള്ളത് വിനയമാണ്. Happiness over anger. ദേഷ്യത്തിനേക്കാളും കേരളത്തിന് ഇഷ്ടമുള്ളത് സന്തോഷമാണ്. Unity over division. വിഭജനത്തിനുപരിയായി കേരളത്തിന് ഇഷ്ടമുള്ളത് ഐക്യമാണ്. The LDF and their partners, the BJP, divide society. They spread hatred, they spread anger, and they believe in violence. LDF-ഉം അതുപോലെ തന്നെ അവരുടെ പങ്കാളിയായ BJP-യും ഈ സമൂഹത്തെ വിഭജിക്കുന്നതിൽ, സമൂഹത്തിൽ അക്രമവും ഹിംസാത്മകതയും ദേഷ്യവും പരത്തുന്നതിൽ വിശ്വസിക്കുന്നു. This is not the spirit of Kerala. ഇതല്ല കേരളത്തിന്റെ മൂല്യം, കേരളത്തിന്റെ ആത്മാവ് ഇതല്ല. What are you most famous for? നിങ്ങൾ എന്തിനാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ പ്രസിദ്ധി നേടിയിട്ടുള്ളത്? One of the things that you're most famous for is your nurses that travel to every other country. കേരളം ലോക പ്രസിദ്ധമായത്, കേരളം അറിയപ്പെടുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്ത് പ്രവർത്തിക്കുന്ന മലയാളികളായ നഴ്സുമാരുടെ പേരിലാണ്. All across the world you can find nurses from Kerala treating people. ലോകം മുഴുവനുള്ള ലോകത്തിന്റെ പല ഭാഗത്തും മലയാളികളായ നഴ്സുമാരെ, ആളുകളെ പരിചരിക്കുന്ന നഴ്സുമാരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. Why are they so successful? Why are they so appreciated? എന്തുകൊണ്ടാണ് അവർ ഇത്ര വിജയിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവർ ഇത്രയധികം അഭിനന്ദിക്കപ്പെടുന്നത്? Anybody can become a skillful nurse. ആർക്ക് വേണമെങ്കിലും കഴിവുള്ള ഒരു നഴ്സായി മാറാൻ സാധിക്കും. But Kerala nurses carry the spirit of Kerala. പക്ഷെ അത് മാത്രമല്ല, മലയാളി നഴ്സുമാർ കേരളത്തിന്റെ ആത്മവീര്യം, മൂല്യങ്ങളും അവരോടൊപ്പം കൊണ്ട് നടക്കുന്നവരാണ്. That is why they are appreciated. അതുകൊണ്ടാണ് അവർ ഇത്രയധികം അഭിനന്ദിക്കപ്പെടുന്നത്. They are appreciated for their humility, അവരുടെ വിനയത്തിന്റെ പേരിൽ അവർ അഭിനന്ദിക്കപ്പെടുന്നു. for their compassion, അവരുടെ സഹാനുഭൂതിയുടെ പേരിൽ, for their respect, അവരുടെ ബഹുമാനത്തിന്റെ പേരിൽ, for their gentleness. അവരുടെ വളരെയധികം ആർദ്രമായ സ്വഭാവത്തിന്റെ പേരിൽ. I am talking to you right now. My mother's in hospital. I'm comfortable because she's being looked after by Kerala nurses. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വസ്ഥമായി സമാധാനം
അഭിമാനത്തോടു കൂടി എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത് എൻ്റെ അമ്മ ആശുപത്രിയിലാണ്. പക്ഷേ എൻ്റെ അമ്മയെ കേരളത്തിൽ നിന്നുള്ള നഴ്സുമാർ നന്നായി നോക്കുന്നത് കൊണ്ടാണ് I know she's being looked after because of the value system that those ladies have. എനിക്കറിയാം എൻ്റെ അമ്മയെ അവർ നന്നായി നോക്കും. കാരണം അവരുടെ ഉള്ളിലുള്ള മൂല്യത്തിന്റെ പേരിൽ അവർ എൻ്റെ അമ്മയെ നന്നായി നോക്കും, എനിക്ക് ഉറപ്പുണ്ട്. And that is the type of government that we want. അങ്ങനത്തെ ഒരു ഗവൺമെന്റാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. Humble government. വിനയാന്വിതമായ ഒരു ഗവൺമെന്റ്. Government that listens to people. ജനങ്ങളെ കേൾക്കുന്ന ഒരു ഭരണകൂടം.